വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും കാണണം, അതിനുശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, അതായത് ഫാറ്റി ആസിഡിൻ്റെ സിന്തസിസ്, ഇത് സെല്ലിൻ്റെ കേസ് എടുക്കാം. നമുക്ക് ലിവറിലും പിന്നെ അതുപോലെ തന്നെ ആഡിപ്പോസ് ടിഷ്യൂലൊക്കെ കാണാൻ സാധിക്കുന്നു. ആ കാര്യമൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സെല്ല് എടുത്ത് നോക്കുകയാണെങ്കിൽ സെല്ലിൻ്റെ തന്നെ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പോർഷനിലാണ് ഇത് നടക്കുന്നത്. അത്ര ഇപ്പോൾ ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റെപ്സിലേക്ക് പോവാം കേട്ടോ. സ്റ്റെപ്സ് നോക്കുവാണെങ്കിൽ അസറ്റൈൽ കോയിൻസൈം എ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റി ആസിഡ് ബയോസിന്തസിസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ഇപ്പം നമുക്ക് ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം നടക്കുന്ന അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ നടക്കുമ്പോൾ നമുക്ക് അസറ്റൈൽ കോയിൻസൈം എ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി നെക്സ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. സിന്തേസ് കോംപ്ലക്സ്, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കോംപ്ലക്സ് ആണ്. അതായത് ഇത് 7 ഡിഫറെൻറ്റ് എൻസൈംസിൻ്റെ ഒരു കോംപ്ലക്സ് ആണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ കൂടാതെ തന്നെ അതിനൊരു ACP ഉണ്ട്. ACP എന്ന് പറഞ്ഞാൽ അസൈൽ ക്യാരിയർ പ്രോട്ടീൻ. അപ്പോൾ ഇത്രയാണ് ഇതിനുള്ളത്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സിലേക്ക് അസൈൽ കോയിൻസൈം എയുടെ ഈ പോർഷൻ, അതായത് കോയിൻസൈം എ ഒഴിച്ചുള്ള ബാക്കി പോർഷൻസ് ആഡ് ചെയ്യപ്പെടുന്നു. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സിലേക്ക് അസൈൽ കോയിൻസൈം എയുടെ ഈ കോയിൻസൈം എ ഒഴിച്ചുള്ള ബാക്കി പോർഷൻസ് ആഡ് ചെയ്യപ്പെടുന്നു. ഇനി അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് അസറ്റൈൽ കോയിൻസൈം എ ACP ട്രാൻസ് അസൈലേസ്. അത് ആ പേര് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് നടക്കുന്ന ഒരു ട്രാൻസ്ഫർ റിയാക്ഷൻ ആണ്. അതായത് ഇവിടെ ഫോം ചെയ്ത് ACPയിലേക്ക് അറ്റാച്ച് ചെയ്ത ഈ പോർഷൻ നമ്മുടെ സിസ്റ്റിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ട്രാൻസ്ഫറേസ്. അതാണ് അവിടെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നു. ഇത് അങ്ങോട്ട് പോയി, മേളിട്ട് പോയി. ഇനി നെക്സ്റ്റ് റിയാക്ഷൻ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതായത് ഈ കോമ്പൗണ്ടിൻ്റെ അഡീഷൻ. ഈ കോമ്പൗണ്ട് ഇതിൻ്റെ പേരാണ് മലനൈൽ കോയിൻസൈം എ. അസറ്റൈൽ കോയിൻസൈം എ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മലനൈൽ കോയിൻസൈം എന്ന് പറയുന്നത്. നമുക്കിതിന് അസറ്റൈൽ കോയിൻസൈം എന്റെ കാർബോക്സിലേഷൻ വഴിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യപ്പെടുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് മലനൈൽ കോയിൻസൈം ACP ട്രാൻസ് അസൈലേസ് എൻസൈം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതും നമ്മുടെ ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സിലേക്കാണ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഇതിലേക്ക് ഈ പോർഷൻ ഈ സിസ്റ്റിനിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പുതിയ പോർഷൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ACPയിലേക്കാണ്. ഈ കാരിയർ പ്രോട്ടീനാണ്, അതിലേക്കാണ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടേക്ക് ഈ പുതിയ പോർഷൻ വന്ന് അറ്റാച്ച് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് ശേഷം നടക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ നിന്ന് ഈ പോർഷൻ്റെ റിമൂവൽ നടക്കുന്നത്. ഇത് CO2ൻ്റെ ഫോമിലാണ് റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് CO2ൻ്റെ ഫോമിൽ റിമൂവ് ചെയ്യപ്പെടുന്നു. അത് കൂടാതെ തന്നെ ഇവിടെ നേരത്തെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഈ പോർഷൻസ് നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നു. അതായത് ACPയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. നമുക്ക് ഫാറ്റി ആസിഡ് അല്ലേ ഫോം ചെയ്യേണ്ടത്, അപ്പോൾ ACPയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ബീറ്റ കീറ്റോ അസൈൽ ACP സിന്തേസ് എൻസൈം. ഇനി നെക്സ്റ്റ് അത് കൊണ്ടുവന്നു. അതിനുശേഷം നമുക്ക് താഴേക്ക് എത്തി. ഇപ്പം നമുക്ക് ഫുള്ള് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ പോർഷൻ താഴേട്ട് വന്നു. ബീറ്റ കീറ്റോ അസൈൽ ACP അങ്ങനെ ഫോം ചെയ്തു. അതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ബീറ്റ കീറ്റോ അസൈൽ ഫോം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നടക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ അഡീഷൻ ആണ് നടക്കുന്നത്. നമുക്ക് റിഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഹൈഡ്രജൻ്റെ അഡീഷൻ നടക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ കാണിച്ചിരിക്കുന്നു, ഇവിടെ നോക്കുക, ഇവിടെ ഒരു C ഡബിൾ ബോണ്ട് O ഉണ്ട്. ഈ പൊസിഷനിലേക്ക്, അതായത് ഈ ഓക്സിജൻ്റെ പൊസിഷനിലേക്കും ഈ കാർബണിൻ്റെ പൊസിഷനിലേക്കുമാണ് നമ്മുടെ ഹൈഡ്രജൻ്റെ അഡീഷൻ നടത്തുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതായത് നമുക്കിവിടെ ഹൈഡ്രജൻ്റെ അഡീഷൻ ഉണ്ട്. ഹൈഡ്രജൻ കിട്ടുന്നത് NADPH2 നിന്നാണ്. അതിൽ നിന്ന് ഹൈഡ്രജൻ എടുക്കുന്നു, അത് NAD+ ആയിട്ട് മാറുന്നു. ആ എടുത്ത ഹൈഡ്രജൻ ഈ കാർബണിൻ്റെ പൊസിഷനിലേക്കും അതുപോലെ തന്നെ ഓക്സിജനിലേക്കും ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ബീറ്റ ഹൈഡ്രോക്സി അസൈൽ ACP ഫോം ചെയ്യുന്നു, ഇങ്ങോട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ട്. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ ആണ് ഈ ഫേസിൻ്റെ പേര്. ഇനി അതിനുശേഷം നമുക്ക് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് H2O എലിമിനേഷൻ ആണ് നടക്കുന്നത്. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. അവിടെ എവിടെ നിന്നാണ് H2O പോകുന്നത് നോക്കാം. ആ പോകുന്നത് ഈ OHും അതുപോലെ തന്നെ ഇവിടുത്തെ Hും കൂടി ചേർന്നിട്ടാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത ആ സ്ട്രക്ചർ ഇങ്ങനെയായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എന്താ ഫോം ചെയ്ത്? ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നിന്ന് H2Oൻ്റെ എലിമിനേഷൻ നടന്നു. അത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കത് ഈ സ്ട്രക്ചറിൽ, അതായത് ഈ കോംപ്ലക്സിൽ നമുക്ക് ACPൻ്റെ അടുത്ത് തന്നെ ഒരു ഡബിൾ ബോണ്ട്, അതായത് കാർബൺ ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഡബിൾ ബോണ്ട് വരുമ്പോൾ അങ്ങനെയുള്ളത് അൺസാച്ചുറേറ്റഡ് ആണ്. നമ്മളിവിടെ സാച്ചുറേറ്റഡ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. നമുക്ക് ഡബിൾ ബോണ്ട് കളയണം. ഈ ഫോമിൻ്റെ പേര് ഇനൈൽ ACP എന്നാണ്. ഡബിൾ ബോണ്ട് കളയാൻ വേണ്ടി നമ്മൾ അടുത്ത് ചെയ്യുന്ന റിയാക്ഷനാണ് റിഡക്റ്റീസ് എന്ന് പറയുന്നത്.
റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രജൻ്റെ അഡീഷൻ ആണ് നടത്താൻ പോകുന്നത്. റിഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ അഡീഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ അഡീഷൻ ആണ് നടത്താൻ പോകുന്നത്. ഹൈഡ്രജൻ ലഭിക്കുന്നത് NADPH2 നിന്നാണ്. NADPH2 നിന്ന് ഹൈഡ്രജൻ ലഭിക്കുന്നു, അത് NAD+ ആയിട്ട് മാറുന്നു. ആ ലഭിച്ച ഹൈഡ്രജൻ എങ്ങോട്ട് കയറുന്നു? ഈ 2 കാർബണിലേക്കും കയറുന്നു. അങ്ങനെ നമ്മുടെ ഈ ഡബിൾ ബോണ്ട് മാറുന്നു. അപ്പോൾ ഡബിൾ ബോണ്ട് മാറാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? റിഡക്ഷൻ റിയാക്ഷൻ, അതായത് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് ഈ ഡബിൾ ബോണ്ട് ഒക്കെ പോയി നമുക്കിപ്പോൾ ഒരു ഫാറ്റി ആസിഡിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് വലുതാക്കണം. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ചെയിനിൽ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ചെയിനിനെ ഇനി ഇൻക്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കൂടുതൽ മോളിക്യൂൾസ്, കൂടുതൽ കാർബൺസ് ഗ്രൂപ്പുകൾ ഇങ്ങോട്ട് ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യണേ? ഈ ആഡിങ് ഒക്കെ നടക്കുന്നത് ACP-യിലേക്കാണ് ഞാൻ പറഞ്ഞു. എല്ലാ ആഡിങ്ങും പുതിയ മോളിക്യൂൾസ്, എല്ലാ സബ്സ്റ്റൻസും അസൈൽ കാരിയർ പ്രോട്ടീനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഇത്രയും ഫില്ലായിട്ടുണ്ട്. ഇതിനെ നമ്മൾ വേക്കൻ്റ് ആക്കണം. വേക്കൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ACP-യിൽ നിന്നും ഈ സ്ട്രക്ചറിനെ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, സിസ്റ്റിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ സിസ്റ്റിനിലേക്ക് എത്തി. ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ റിയാക്ഷൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യുമ്പോൾ ACP-യിലേക്ക് പിന്നെയും കൂടുതൽ ചെയിൻ ഇങ്ങനെ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചെയിൻ വലുതാവുന്നു. ഇങ്ങനെ ചെയിൻ വലുതായതിനു ശേഷം ഇത് ഈ കോംപ്ലക്സിൽ നിന്ന്, അതായത് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സിൽ നിന്നും ഈ ഫാറ്റി ആസിഡ് റിമൂവ് ആവുന്നു. അങ്ങനെ അത് ഫ്രീ ആവുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ താങ്ക് യു.